Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഗുണ്ടാ ആക്രമണം എന്ന് പറയാനാകില്ലെങ്കിലും അങ്കമാലി പീച്ചാനിക്കാട് വീട്ടുമുറ്റത്ത് യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവം പ്രദേശവാസികളെ ഞെട്ടിച്ചു. പീച്ചാനിക്കാട് മൂനാട്ട് വീട്ടിൽ ബിനേഷിനെയാണ് ആക്രമിച്ചത്. അയൽവാസിയായ മൂലൻ വീട്ടിൽ മത്തായി പോലീസ് നിരീക്ഷണത്തിലാണ്. ഇയാൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തതായി പോലീസ് അറിയിച്ചു. എടുത്തിട്ട് ഒച്ച പോകണില്ല. ഞാൻ അവിടെ ചെന്നപ്പോഴേക്ക് അവൻ ഈ ആക്രമണം കഴിച്ചുകൊണ്ട് അവൻ പറയല് വീട് മത്തായി. സ്ഥലത്തിന്റെ ഇല്ല സ്ഥലത്തിന്റെ ഒന്നുമില്ല. ആദ്യം അവൻ പറഞ്ഞില്ല അങ്കമാലി നഗരസഭ 1-ാം വാർഡിൽ പീച്ചാനിക്കാട് സെന്റ് മേരീസ് പള്ളിക്ക് സമീപം രോഗബാധിതനായി കിടപ്പിലായ മൂനാട്ട് ശങ്കരന്റെ വീട്ടുമുറ്റത്ത് ശനിയാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു ആക്രമണം. വീട്ടുവരാന്തയിൽ നിൽക്കുകയായിരുന്ന ശങ്കരന്റെ മകൻ 45 വയസ്സുള്ള വിനേഷിനെ അയൽവാസിയായ മത്തായി വീട്ടുപടിക്കലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം പിന്നിൽ ഒളിപ്പിച്ചിരുന്ന പട്ടിക കഷ്ണം ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നുവെന്ന് പറയപ്പെടുന്നു. നിലത്ത് വീണ വിനേഷിന്റെ തലയിൽ പലവട്ടം പട്ടിക കൊണ്ട് അടിക്കുകയായിരുന്നുവെന്ന് വിനേഷിന്റെ മാതാവ് തിലോത്തമ പറയുന്നു. ഇങ്ങനെ ഈ ചൂണ്ടയിടാനായിട്ട് ചൂണ്ടെടുത്തും കൊണ്ട് ഇങ്ങനെ വന്നപ്പോൾ ഈ എളിയത്ത് മൊബൈൽ ഫോണിൽ പാട്ടും വെച്ചുകൊണ്ട് നിന്നു. പാട്ടും വെച്ചുകൊണ്ട് നിന്നപ്പോൾ ഈ മത്തായി കുഞ്ഞെന്ന് പറഞ്ഞ ആൾ ഇതിൽ എങ്ങനെ ഇങ്ങോട്ട് പോകാറുന്നു. അപ്പോൾ ഈ പാട്ടിൻ്റെ ഒച്ച കേട്ടപ്പോൾ അയാൾ വിചാരിച്ചു അയാളെ കണ്ട് ചീത്ത പറയുകയാണെന്ന് എഴുതി. അയാൾ പറഞ്ഞു നീ ഇങ്ങോട്ട് വാടാ എന്നെ തല്ലടാ ഇങ്ങോട്ട് തല്ലടാ. ഇതിൻ്റെ പൊട്ടുബുദ്ധിക്ക് അതാ പഠിക്ക വരെ ചെന്നു. അവൻ്റെ കയ്യിലൊരു അവൻ കരുതി കൂട്ടിയ വന്നറിഞ്ഞേ ഒരു പട്ടികക്കോല്, നല്ല മുഴുത്ത ഒരു പട്ടികക്കോല്. അവൻ ഒറ്റ അടി അടിച്ചിട്ട് അവിടെ വീണു കഴിഞ്ഞിട്ട് അവൻ പട്ടീനെ തലണമാതിരി മുഖത്തിട്ട് എത്ര അടി അടിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ ഈ നടക്കല്ലും ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് എനിക്ക് അങ്ങോട്ട് ഒച്ച എടുത്തിട്ട് പൊങ്ങണില്ല. ഞാൻ അയ്യോ എന്നും പറഞ്ഞൊന്നുമില്ല. വിളിച്ച് അവിടെ ചെന്ന് വിളിച്ച് നീ എന്തൂറായി കാട്ടിയെന്ന് ചോദിപ്പോ അങ്ങനെയാണ് എന്നും കാട്ടിക്കൊണ്ട് അവൻ അങ്ങോട്ട് പോയി. ഇതിന് മുന്നായാലും എന്തെങ്കിലും ഇങ്ങനെ വായിലെന്നാക്കൊണ്ട് പറയുന്നില്ല. ഇവന് ഈ അംഗത്തിനൊന്നും പോവാറൊന്നുമില്ല. അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇവന് ഇതിക്ക് മുന്നായാലും ഈ അതിർത്തി തർക്കത്തിന് പോലീസിനെ വരുത്തിയിട്ടുണ്ട്. ഇപ്പൊ കോട്ടയം. ഈ കണ്ണ് രണ്ടും ഇങ്ങനെ അടഞ്ഞിരിക്കണം, ബ്ലീഡിങ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പം അതിന് ആദ്യം പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ തിരെ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ നോക്കട്ടെ, ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ട് നോക്കട്ടെ എന്നും പറഞ്ഞിരിക്കണം. അതിപ്പോൾ ഒരേ ഇത് കുറച്ച് സമയത്തുമ്പോൾ ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ണ്. ഓടിക്കൂടിയ നാട്ടുകാർ ആംബുലൻസ് വരുത്തിയാണ് വിനേഷിനെ ആശുപത്രിയിൽ എത്തിച്ചത്. ചോരയിൽ കുളിച്ച നിലയിലായിരുന്നു വിനേഷിനെ വീട്ടുമുറ്റത്ത് കണ്ടതെന്ന് ആദ്യം ഓടിയെത്തിയ നാട്ടുകാർ പറയുന്നു. എൻ്റെ സുഹൃത്തിൻ്റെ വൈഫ് എന്നെ വിളിച്ച് പറയണം അങ്ങനെ അവിടെ ഒരു ചെറിയ വഴക്ക് നടന്നിട്ടുണ്ട്, അങ്ങനെ അവർ ഒന്ന് ഇവിടെ വരെ വരുമെന്ന് ചോദിച്ചു. ഞാനും എൻ്റെ സുഹൃത്ത് ബെന്നിയും കൂടെ ഇവിടെ വരുമ്പോൾ ഈ വ്യക്തി ഇവിടെ ചോരയിൽ കുളിച്ചിടക്കാണ്. ഞങ്ങളിവിടെ അടുത്ത് വന്നപ്പോഴത്തേക്കും തന്നെ ഞങ്ങൾക്ക് അത് കണ്ടിട്ട് അടുക്കാൻ പറ്റില്ല. ഞങ്ങളിവിടുന്ന് വേഗം ഒരു അടിയാണ് തല്ലണെന്നുള്ള ഒരു ഇതിൽ വന്നപ്പോൾ ഞങ്ങൾ കൈകാര്യം ചെയ്താൽ നടക്കില്ല. വേഗം കൗൺസിലറെ പോയി വിളിച്ചുകൊണ്ടുവന്നു. അങ്ങനെ എല്ലാവരുടെയും കൂടി ആശുപത്രി കൊണ്ടുവന്നാക്കി. അതായത് പുള്ളി ചോരയിൽ കുളിച്ചിടക്കണം, ചെവിട്ടിന്ന് ചോര ഉണ്ട്. ആളെ നെറ്റിയാകെ പൊളിഞ്ഞ് നല്ലോണം പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു. ചോരയിൽ ഇങ്ങനെ കുളിച്ചാൽ നമുക്കൊന്നും ആർക്കും അവിടെ അടുത്തേക്ക് വരാൻ പറ്റില്ല. കാരണം ഞാൻ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പോയിട്ടുണ്ടെങ്കിലും അത് കണ്ടുകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അവളായിരുന്നു സംഭവം. വിനേഷിനെ ആദ്യം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും കണ്ണുകൾക്കേറ്റ പരിക്ക് ഗുരുതരമായതിനാൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി.
കുറച്ചുനാൾ മുൻപ് വീട്ടുകാർ തമ്മിൽ വഴി സംബന്ധിച്ച് തർക്കമുണ്ടായിരുന്നതായി പറയപ്പെടുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ ആക്രമണത്തിന് എന്താണ് കാരണമെന്ന് വ്യക്തമല്ല. നഗരസഭാ കൗൺസിലർമാരായ AV രഘുവും സന്ദീപ് ശങ്കറും BJP മണ്ഡലം പ്രസിഡന്റ് N മനോജും സ്ഥലം സന്ദർശിച്ചു. അങ്കമാലി മുനിസിപ്പാലിറ്റിയുടെ 1-ാം വാർഡ് ചാക്കരപ്പറമ്പ് ഭാഗത്താണ് സത്യത്തിൽ ഈ ഒരു ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. നമുക്കറിയാം, ഈ വിനീഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഏകദേശം 37-38 വയസ്സുണ്ടാവും. അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിൽ നിന്നും തൊട്ട് അയൽവാസിയായിട്ടുള്ള മത്തായി എന്നാണ് ഞാനിവിടെ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ പറഞ്ഞത്. വിളിച്ച് വീട്ടിൽ നിന്നും വാടാ എന്ന് പറഞ്ഞ് വിളിച്ചിറക്കി പട്ടിക കൊണ്ട് തറക്കടിച്ച് വളരെ മൃഗീയമായിട്ട് ഉപദ്രവിച്ചിട്ടുള്ള ഒരു സാഹചര്യം ഇവിടെ നമ്മൾ കണ്ടു. അദ്ദേഹത്തെ വളരെ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിക്കണം. ഞാൻ വിളിച്ച സമയത്ത് ഞാൻ അറിയാൻ സാധിച്ചത് 2 കണ്ണിൽ നിന്നും ബ്ലഡ് എടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഓർമ്മ കിട്ടുന്നില്ല, കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, അബോധാവസ്ഥയിൽ കിടക്കുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മയുടെയും 2 ചെറിയ കുട്ടികളും 2ലും 3ലും പഠിക്കുന്ന വിദ്യാർത്ഥിനികളായിട്ടുള്ള 2 വിദ്യാർത്ഥികളുടെ മുമ്പിൽ വെച്ചിട്ട് വളരെ മൃഗീയമായിട്ട് അടിച്ച ഒരു സാഹചര്യമാണ് അങ്കമാലിയിൽ സംഭവം ഉണ്ടായിട്ടുള്ളത്. അങ്കമാലി പോലീസ് എത്തി വീട്ടുകാരുടെ മൊഴിയെടുത്തു. അക്രമത്തിന് ശേഷം പ്രതിയെന്ന് പറയപ്പെടുന്ന മൂലൻ മത്തായി അപ്രത്യക്ഷനായി. ഞായറാഴ്ച രാവിലെ അങ്കമാലിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട മത്തായി പോലീസിന്റെ നിരീക്ഷണത്തിലാണെന്നും പറയപ്പെടുന്നു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. MV ചാക്കോ ജുവലേഴ്സ്, അങ്കമാലി.